പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനൊരു വീഡിയോ കാണാനിടയായി. ഈ ഇടക്ക് മരിച്ചുപോയ AP സമസ്തയുടെ ഒരു മുസ്ലിയാരുടെ ഒരു സംസാരമാണ്. അതിൽ അദ്ദേഹം കറാമത്ത് എന്ന രീതിയിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു അത്ഭുത സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കറാമത്താണ് എന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അത്ഭുത സിദ്ധികൾ കാണുമ്പോ പോയി കൈപിടിച്ചിട്ട് മുത്താൻ നിൽക്കരുത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലൗ റഅയ്തും റജുലൻ ഖത്തറബ്ബഅ ഫിൽ ഹവാഇ, ശൂന്യതയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ, ഔ യംശി അലൽ മാ, വെള്ളത്തിന്റെ ഉപരിഭാഗത്തിലൂടെ നടന്നു വരുന്ന ഒരാളെ കണ്ടാൽ, തായോട്ടയാള് താന്നു പോകുന്നില്ല, മുകളിലൂടെ നടന്നു വരികയാണ്, ഫലാ തഖ്തദൂ ബിഹി, പെട്ടെന്ന് പോയി നിങ്ങൾ പിൻപറ്റി പോകരുത്. ഔലിയാണെന്ന് മനസ്സിലാക്കി പോയി കൈപിടിച്ച് മുത്തിയിട്ട് അകപ്പാട സ്വന്തക്കാരനാക്കി മാറ്റരുത്. ഹത്താ തറൗ സുൻഅഹു ഇന്ദൽ അവാബിരി വന്നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിലും എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി ക്രമീകരണം എന്ന് നോക്കി മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾ പോയി പെട്ടുപോകരുത്. പെട്ടുപോയാ പിന്നെ മാറാൻ കഴിയൂല. പിന്നെ അയാള് തന്നെയാണ് ശരണം എന്ന നിലക്ക് മുന്നോട്ട് പോകും. പിന്നെ ആര് പറഞ്ഞാലും എന്തും കേൾക്കൂല. അത്ഭുത സിദ്ധികള് സഹോദരങ്ങളെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു കാര്യമല്ല. മഹത്വമുള്ളവർക്ക് അല്ലാഹു അസാധാരണ സിദ്ധികൾ നൽകും. അസാധാരണ സിദ്ധികൾ മുഴുവനും കറാമത്തായി കൂട്ടരുത്, അതേ അത്ഭുതങ്ങളായി കൂട്ടരുത്. പലരുടെ ഭാഗത്ത് സഹോദരങ്ങളെ, ഇദ്ദേഹം ഇതിങ്ങനെ പറയാനുള്ള കാരണം, ആരെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുത കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വലിയ മഹാനാണെന്നും അത് വലിയ കറാമത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവമായി മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രവണതകൾ നിരന്തരമായി ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വ്യാപകമായ ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ പ്രചരിക്കുന്നു. പ്രത്യേകിച്ച് AP സമസ്തയുടെയും അതേപോലെ തന്നെ AP സമസ്തയിൽ നിന്ന് പുറത്തേക്ക് പോയ നൗഷാദ് ഹസനയുടെ ടീമും അങ്ങനെയുള്ള പല കച്ചറ ടീമുകളും പല രീതിയിലുള്ള കള്ളക്കഥകൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവരുടെ ക്ലിപ്പുകൾ വ്യാപകമായി പ്രചരിക്കുന്നു. കള്ളക്കറാമത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാർ പോലും പല കാര്യങ്ങളും പറയുന്നുണ്ട്. പല മുസ്ലിയാക്കന്മാർ സഹികെട്ട് അങ്ങനെ പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഒരു സംസാരം കേട്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ചില തലയിൽ കെട്ടിട്ട് മുസ്ലിയാക്കന്മാർ കള്ളക്കഥകൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഉസ്താദ് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ അത് കറാമത്തായി ഒന്നും പറയാൻ വേണ്ടി പാടില്ല, അത് വലിയ സംഭവമായി ഒന്നും പറയാൻ വേണ്ടി പാടില്ല, അവരെ കൈപിടിച്ച് മുത്താൻ പാടില്ല എന്നൊക്കെ പറയും നമ്മൾ കേട്ടല്ലോ. ഇനി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി മറ്റുള്ളവർ കറാമത്ത് പറയുന്നതിനെതിരെ സംസാരിക്കാൻ നിൽക്കുന്നതിനിടയിൽ തന്നെ ഒരു തള്ളു തള്ളുന്നുണ്ട്. ആ തള്ളു പല കിതാബുകളിലുമുണ്ട്, പല എന്താണ് നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ആരാണ് ഈ നേതാക്കന്മാർ എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം CM മടവൂര്, ചിത്തടി വീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഈ CM മടവൂര് ഈ അടുത്ത കാലത്ത് ജനിച്ച് അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് ആരൊക്കെയോ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് കിതാബിൽ? കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജനിച്ച മനുഷ്യനെ കുറിച്ച് ഏത് കിതാബിലാ പറഞ്ഞത്? ഇവരുടെ സൂഫി മുസ്ലിയാക്കന്മാർ, ഷിയ ചിന്താധാരയിലുള്ള പുരോഹിതന്മാർ എഴുതി വെച്ച പുസ്തകത്തിൽ എന്തെങ്കിലും ഉണ്ടാകും? അതൊക്കെ ദീനാണോ? ഇനി ഇങ്ങനെ അയാൾ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വന്യമൃഗങ്ങളൊന്നും ഇദ്ദേഹത്തെ ഒന്നും ഉപദ്രവിച്ചില്ല എന്നൊക്കെയാണ്. അത് വലിയ കറാമത്തായിട്ടാണ് പറയുന്നത്. നമുക്ക് ആ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നത് തന്നെ ഒന്ന് കേൾക്കാം. കഴിഞ്ഞു പോയിട്ടുണ്ട്. മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മഹാനവറുകളെ തൊടാറില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ കറാമത്തുണ്ടായ മഹാനാണ് മടവൂർ ശൈഖ്. അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുണ്ട്. ഈ ഒരു സംഭവമൊക്കെ കറാമത്തായി പറയാൻ വേണ്ടി പറ്റുമോ? അയാളൊന്നും ചെയ്തില്ല. ഇനി അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെ കള്ളമാണ്. പക്ഷെ അങ്ങനെ സംഭവം ഇയാൾ പറയുന്ന രൂപത്തിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. ഇവരെ പല ആൾക്കാരും എഴുതി വെച്ച് എന്നൊക്കെയല്ല നമ്മൾ പറയുന്നത്. ഞങ്ങൾ സമ്മതിച്ചാൽ തന്നെ അതൊക്കെ കറാമത്തായി എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? നേരത്തെ നമ്മുടെ മറ്റേ ഉസ്താദ് പറയും, നമ്മൾ കേട്ടതല്ലേ. ഈ രീതിയിലൊക്കെയാണ് സമൂഹത്തിന്റെ ഇടയിൽ മുസ്ലിയാക്കന്മാർ ഇത്തരത്തിലുള്ള കള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ഇതിനൊക്കെ മുജാഹിദുകൾ അതിശക്തമായി എതിർക്കുന്നു. CM മടവൂർ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? അനല്ലാ എന്ന് CM മടവൂർ പറഞ്ഞു എന്ന് പറഞ്ഞു. പടച്ചോനെ പോലെയാണ്, അള്ളാനെ പോലെ തോന്നുന്നു എന്ന രീതിയിലൊക്കെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു. പല കഴിവുകളും പറഞ്ഞു. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, കാണും, അറിയും, ഇടപെടും എന്നൊക്കെ പറഞ്ഞു. അതിന് എന്താണ് ഖുദ്സിയായ ഹദീസിനെ തന്നെ ദുർവ്യാഖ്യാനിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന പുരോഹിത വർഗം മുജാഹിദിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പൊ മുജാഹിദിന്റെ പെരടിക്ക് കയറുകയാണ്.
മുസ്ലിയാർ മുജാഹിദിന്റെ പേരടിക്കാണ്. ചില തലയിക്കെട്ട് കെട്ടിയ ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതൊക്കെ മുജാഹിദ് നമ്മുടെ പേരടിക്ക് കിട്ടി നമ്മളോട് ചോദിക്കും നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നുള്ള പരാതിയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ സംസാരം ഒന്ന് കേൾക്കാം. അവിടെ വെച്ചിട്ട് അതൊന്നും പറയാതെ പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്ന ചില പ്രസംഗകരുണ്ട്. അവരെ കിളിപ്പിങ്ങൾ കേൾപ്പിച്ചിട്ട് മടവൂരിനെ കുറിച്ച് നിങ്ങളെ വിശ്വാസം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് സുന്നികളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മുജാഹിദുണ്ട്. പറയട്ടെ, പഴയ കാലത്ത് ഇവരുടെ നേതാക്കന്മാരായ ആളുകൾ പറഞ്ഞ കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതിനാണ് ഈ രീതിയിൽ മുജാഹിദുകൾ ഇവരുടെ ഈമാൻ തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിയാർ വലിയ ബോയവ് നടത്തുന്നത്. ഇവരുടെ ആളുകൾ പ്രചരിപ്പിച്ച ആര് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ? അതുപോലെ പകര വാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ മറ്റിൽ പുറത്തിലെ ടീം പറഞ്ഞതൊക്കെ വിട്, റഹ്മത്തുള്ളാഹി ഖാസിനെ നമുക്ക് വിടാം, നൗഷാദ് ഹസനെ നമുക്ക് വിടാം, ഒക്കെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, ഒരേ അഖീദയുള്ള ആളുകളാണ്. ഇവർ പറഞ്ഞതൊക്കെ നമുക്ക് വിടാം. ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ മറന്നുകൊണ്ടാണോ മുജാഹിദിന്റെ മെക്കിട്ട് കയറുന്നത്? നിങ്ങൾ പച്ച തോന്നിവാസങ്ങൾ ഇസ്ലാമിന്റെ ലേബലിൽ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ട് അതിന് ചോദ്യം ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് കണ്ടെത്തിയ ഒരു മാർഗമാണിത്. ഇദ്ദേഹം ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതും കൂടി ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇത്തരത്തിലുള്ള കപടന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ പുരോഹിത വർഗം. ഇങ്ങനെ തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കുക, കള്ളത്തരങ്ങൾ പറയുക, സമൂഹത്തിന്റെ മുന്നിൽ ഈ രീതിയിൽ CM അടവ് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാറ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുക, അതിന്റെ വരുമാനം കൈപ്പറ്റുക, അല്ലെങ്കിൽ ആണ്ട് നേർച്ച പോലുള്ള സംഭവങ്ങൾ നടത്തുക, അതിലൂടെ വരുമാനം കണ്ടെത്തുക. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഈ ആത്മീയ ചൂഷണം നടത്തുന്നവരുടെ ലക്ഷ്യം തന്നെ സാമ്പത്തിക ചൂഷണം തന്നെയാണ്. അത് കൃത്യമായി നമുക്കറിയാം. ഒരു നാട്ടക്കോയെ നമുക്കറിയാമല്ലോ. ആ നാട്ടക്കോയെ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നമുക്കറിയാമല്ലോ. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? മര്യാദക്കൊന്ന് ഖുർആൻ ഓതാൻ അറിയാത്ത, മര്യാദക്കൊന്ന് സംസാരിക്കാൻ അറിയാത്ത ഇവരൊക്കെ ഒരു മാത്രം വിളിച്ചു പറയുന്ന, ഒരു ഉളുപ്പുമില്ലാതെ പ്രേമിക്കാൻ കണ്ണാടി, നമുക്ക് കണ്ടതാണല്ലോ വീഡിയോ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ വലിയ മഹാനാണ്, അയാളെ കൈപിടിച്ചു മുത്തുകയാണ്, അത് വലിയ നേതാവായിക്കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പുരോഹിതന്മാരെ നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.